ഹാക്കോസ് കാർട്ടൂൺ അക്കാഡമിയുടെ പുതിയൊരു കാർട്ടൂൺ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വമായ സ്വാഗതം. ഇന്ന് നമ്മുടെ തായ്ക്കണ്ടി ഫാമിലിയിലെ ഈഡ് റെയ്ഡിനെ പറ്റിയാണ് ഒരു കാർട്ടൂൺ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതല്ലാണ്ട് ഈ ആഴ്ചയിൽ എന്ത് കാർട്ടൂൺ വരയ്ക്കാനാണ്? അതുപോലത്തെ ഒരു രാഷ്ട്രീയ സംഭവങ്ങളല്ലേ ഈ ഈഡ് റെയ്ഡ് വഴി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ, അല്ല ഇന്ത്യയിലെ തന്നെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു പ്രധാന രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ 10 വർഷം മുഖ്യമന്ത്രിയായിട്ട് ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെ വീടിനെ ചുറ്റിയാണ് ഈ കള്ളപ്പണ ഇടപാടും ഹവാല ഇടപാടും അഴിമതി, അതിനെ തുടർന്നുണ്ടാകുന്ന ED അന്വേഷണമൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അവർക്കും പാർട്ടിക്കും യാതൊരു എളുപ്പവുമില്ല. അവരിതിനെ അന്ധമായി ന്യായീകരിച്ചുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് വരികയാണ്. അദ്ദേഹം ഈ ആരോപണങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശത്ത് നിൽക്കുന്ന പിണറായി വിജയനാകട്ടെ ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള പോസ്റ്റിൽ അള്ളിപ്പിടിച്ചിരിക്കുകയാണ്. പാവങ്ങളുടെ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി നാഴേക്ക് 40 വട്ടം പാവങ്ങൾക്കും അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും വേണ്ടിയിട്ടാണ് അവർ നിലകൊള്ളുന്നതെന്നാണ് നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവരുടെ കയ്യിലിരിപ്പാണ് നമ്മളിപ്പോൾ കുറച്ച് നാളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു മുതലാളിത്ത പാർട്ടിയിലും പോലും ഉണ്ടാകാത്ത ഒരു സംഭവ വികാസമാണ് ഇതിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിട്ടും അവർക്ക് യാതൊരു എളുപ്പമില്ല. അവരെല്ലാവരും വെളുക്കെ ചിരിച്ചുകൊണ്ട് പാവങ്ങളുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ഇതിനെ ന്യായീകരണ ക്യാപ്സൂളുകൾ വാരി വിതറി വിശദീകരണ യോഗങ്ങളുമൊക്കെ നടത്തി പിന്നെ ഭവന സന്ദർശനങ്ങളുമൊക്കെ നടത്തി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പൊള്ളത്തരത്തിനെ പറ്റി നമുക്കിന്നൊരു കാർട്ടൂൺ വരയ്ക്കാം. എല്ലാ മാന്യപ്രേക്ഷകർക്കും വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. നമ്മുടെ കാരണഭൂതൻ്റെ വീട്ടിലെ EDയുടെ അപഹാരത്തെ പറ്റിയാണ് ഇന്നത്തെ കാർട്ടൂൺ. അതിൻ്റെ റഫാണ് ഈ കാണുന്നത്. പത്മവ്യൂഹം എന്ന് പറയുന്നത് EDയുടെ ഒരു വ്യൂഹത്തിനുള്ളിലാണ് ഈ കാരണഭൂതൻ്റെ കുടുംബം. പിന്നെ ഇതിൻ്റെ വരയിലോട്ട് കിടക്കാം. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഒരു മുറി കടയിൽ ആണ് ഒരു ഇൻ്റർനാഷണൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് ഈ വീണക്കുട്ടി ഒരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. പഞ്ചായത്തിൻ്റെ ലൈസൻസ് പോലും ഇല്ലാതെയാണെന്ന് പറയുന്നു ഈ സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ്. ഇവർക്ക് എന്തിനാ ലൈസൻസൊക്കെ? എന്തിനാ ഇവർ രാജ്യം ഭരിക്കുന്ന തമ്പുരാൻ്റെ മകളല്ലേ, പിന്നെന്തിനാ ലൈസൻസൊക്കെ? ഭർത്താവ് റിയാസ് ആണെങ്കിൽ അയാളുടെ കൂട്ടുകാരെ മൊത്തം ഈ കള്ളക്കച്ചവടത്തിൽ വലിച്ചിട്ടിട്ടുണ്ട്. 10 വർഷം കൊണ്ട് ഒരു ഭരണ സംവിധാനത്തെ ആകെ ഒരു കുടുംബത്തിൻ്റെ കാൽക്കൽ വെച്ച് കുടുംബസ്വത്ത് പോലെ അനുഭവിക്കുകയാണെങ്കിലും വേണ്ടില്ല, അഴിമതി, ഇത്രയും വലിയ അഴിമതി കൊള്ള നടത്തിയ ഒരു ഭരണകൂടവും ഒരു പാർട്ടിയും വേറെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് ഇവരെ സംരക്ഷിക്കാനും പ്രതിരോധിക്കാനുമായിട്ട് ഈ പാർട്ടികൾ വിശദീകരണ യോഗവും ഒക്കെ നടത്തി മുന്നോട്ട് വരികയാണ്. ഇവരുടെ സംസാരത്തിൽ നിയമത്തിനും ഭരണഘടനയ്ക്കുമൊക്കെ എതിരായിട്ട് ഇവർക്കൊരു പരിപാടിയില്ല. നാക്കുകൊണ്ട് കോണ ഓടിപ്പിക്കുക എന്ന് പറഞ്ഞൊരു പഴഞ്ചൊല്ലുണ്ട്. എന്ന് പറഞ്ഞ കണക്ക് ആളുകളെ മുഴുവൻ നാക്കുകൊണ്ട് കോണ ഓടിപ്പിച്ചിട്ട് ഇങ്ങനെ നടക്കുക. സത്യം പറഞ്ഞാൽ ഇവർ ഈ അരിവാഴ്ചിട്ടിക നക്ഷത്രം എന്ന് പറഞ്ഞ ചിഹ്നം തന്നെ ഉപേക്ഷിക്കേണ്ട കാലം കഴിഞ്ഞു. ഇവർക്ക് പറ്റിയ ചിഹ്നം നമ്മൾ ഈ അഴിമതിയുടെ ഒരു ഐക്കണായിട്ട് ഉപയോഗിക്കുന്ന ഒരു പണക്കിഴി ഉണ്ടല്ലോ, ആ പണക്കിഴി ഒരു ചിഹ്നമായിട്ട് ഇവർക്ക് കൊടുക്കുന്നതാണ് ഈ ഇലക്ഷൻ കമ്മീഷൻ ചെയ്യേണ്ടത്. ഈ മരുമകൻ ഭരിച്ച ടൂറിസം വകുപ്പിലും PWD വകുപ്പിലും ഒക്കെ ഒന്ന് ശരിക്കും അന്വേഷിക്കുകയാണെങ്കിൽ എന്തെല്ലാം കാണും ഇത് കണക്ക്. അഴിമതിയുടെ ഒരു കൂത്തരങ്ങായിരിക്കും അവിടെയൊക്കെ നടന്നിട്ടുണ്ടാവുക. അന്ന് കരുണാകരനൊക്കെ മക്കളെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്തെല്ലാം ആരോപണ ശരങ്ങളായിരുന്നു അദ്ദേഹത്തിനെതിരെ ഇവർ ചൊരിഞ്ഞത്. മക്കളുടെ രാഷ്ട്രീയം, കുടുംബ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ്. ഇതിപ്പോൾ മക്കളെ രാഷ്ട്രീയത്തിൽ ഇറക്കിയില്ലെങ്കിൽ എന്താ, വീണ രാഷ്ട്രീയക്കാരിയല്ലല്ലോ, പക്ഷേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. മരുമകനെ പ്രധാനപ്പെട്ട വകുപ്പും കൊടുത്ത് കൂടെ ഇരുത്തിയപ്പോഴും ഇവരൊന്നും ഇതൊന്നും ചിന്തിച്ചില്ല. കരുണാകരൻ്റെ മക്കളൊക്കെ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴൊന്നും ഇതുപോലുള്ള ഒരു ആരോപണം കേട്ടിട്ടില്ല. മുരളീധരനൊക്കെ ശരിക്കും രാഷ്ട്രീയത്തിൽ വന്നെങ്കിലും മന്ത്രിസ്ഥാനം നേടിയെങ്കിലും
ഇത് കണക്കത്തെ ഒരു നാണംകെട്ട ഏർപ്പാടിന് അവരുടെ ആരുടെയും പേര് വലിച്ചഴക്കേണ്ടി വന്നിട്ടില്ല. വീണയ്ക്കെതിരെയുള്ള ED അന്വേഷണം രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് രാജ്യസഭ MP ആയ ജോൺ ബ്രിട്ടാസ് പറയുന്നത്. രാജ്യസഭ MPമാർക്ക് കുറച്ചെങ്കിലും ഒരു വിവരവും വെള്ളിയാഴ്ചയൊക്കെ വേണ്ടേ? ഇവനെയൊക്കെ ഈ അടിമക്കന്നുകളെയൊക്കെ രാജ്യസഭയിലേക്ക് വിട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാണ്? ഇയാൾ ഈ EDക്ക് വീണയായിട്ട് എന്താ ഇത്ര ശത്രുത? അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിന് മറ്റേ വീണയായിട്ട് എന്താ ഇത്ര ശത്രുത? അവരുടെ അച്ഛൻ 10 വർഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവരെ ആരും ഉപദ്രവിച്ചില്ലല്ലോ കേന്ദ്ര ഗവൺമെൻറ്. അതാണ് ഇത്രയും കുഴപ്പമായത്. നേരത്തെ തന്നെ പിടി വീഴേണ്ടതായിരുന്നു. ഏതായാലും നമുക്ക് കാർട്ടൂൺ അവസാനിപ്പിക്കാറായി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം. ഈ ആഴ്ചത്തെ ഡെമോൺസ്ട്രേഷൻ ഇവിടെ പറയുന്നു. കാർട്ടൂണിസ്റ്റ് ഹക്കു.